ബഹുമാന്യരെ, എല്ലാവർക്കും സ്വാഗതം. വളരെ തിരക്ക് പിടിച്ച ഈ മേളയിൽ, അന്താരാഷ്ട്ര ബുക്ക് മേളയിൽ ഞങ്ങൾക്ക് അധ്യാപക കലാസാഹിതിക്ക് 9 പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അവസരം ഒരുക്കിത്തന്ന നിയമസഭാ സാമാജികരോടും അവിടുത്തെ എല്ലാ വ്യക്തികളോടും ഞങ്ങൾ കൃതാജ്ഞരാണ്. അതേപോലെ തന്നെ അധ്യാപക കലാസാഹിതിക്ക് വേണ്ടി ഈ 9 പുസ്തകം, എന്നോടൊപ്പം തന്നെ 9 പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള കാരുണ്യം കാണിച്ച എല്ലാവർക്കും, സുഭാഷ് സാറ്, അതേപോലെ തന്നെ ദീപ ടീച്ചർ, അങ്ങനെ തുടങ്ങി നാളെ 5 പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും ഈ വേദിയിൽ ഞങ്ങളുടെയും കൂടെ ചരിത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറെ ആദരണീയായിട്ടുള്ള സംഗീതത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാലഘട്ടത്തെ ത്രസിക്കുന്ന മഹത് വ്യക്തിയായിട്ടുള്ള പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ സാന്നിധ്യം ഈ വേദിയെ വളരെ ധന്യമാക്കുന്നു. ഞങ്ങളെന്നും മനസ്സിൽ, ഞാനൊരു ആയതുകൊണ്ടായിരിക്കാം, എന്നും മനസ്സിൽ എന്നും അയവിറക്കുന്ന ഓമനക്കുട്ടി ടീച്ചറിനെയും രാധാകൃഷ്ണൻ സാറിനെയും അതേപോലെ MG ശ്രീമാനെയും അവരുടെ പരമ്പരയിലുള്ള ആലപ്പി ശ്രീമാനെയും അവരുടെ മക്കളെയൊക്കെ ഈ തരുണത്തിൽ ഓർക്കുന്നത് കാലത്തിനും ദേശത്തിനും അനുവർജനീയമായിട്ടുള്ള അല്ലെങ്കിൽ നിർഗ്ഗളമായിട്ടുള്ള സംഗീത സവരികൾ നൽകി കേരളത്തെയും ലോകത്തെയും എത്തിച്ച മഹത് വ്യക്തികളുടെ കുടുംബമാണ് മലബാർ ഗോപാലൻ നായർ സാറിൻ്റെ. എൻ്റെ ഓർമ്മയിൽ ഞാൻ അന്ന് വരുമ്പോൾ ഈ ആകാശവാണിയുടെ ഈ മൃദംഗവും അതേപോലെ തന്നെ സംഗീതമൊക്കെ നടത്തിപ്പോകുന്ന ആ മഹത് വ്യക്തിയുടെ കാലെ ഞാനും എൻ്റെ അമ്മയും വന്ന് തൊഴുത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ സംഗീതത്തിൻ്റെ അപരിമേയമായ നിർഗ്ഗളമായിട്ടുള്ള ആ നദിയിലേക്ക് ഒഴുകുന്ന ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന നമ്മുടെ ശരിക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഴുത്തുകാരിയും കഥയും കവിതയും കലാലോകത്തെ ത്രസിപ്പിക്കുന്ന ശ്രീകല ചിങ്ങോലി എത്തിയിട്ടുണ്ട്. എത്രയോ കാലഘട്ടം കൊണ്ട് സിനിമയിലും അതേപോലെ തന്നെ അനവധിയായിട്ടുള്ള കവിതകളും കഥകളും എഴുതി ഈ കേരളത്തെ അങ്ങോളം ഇങ്ങോളമുള്ള കലാലയങ്ങളിലും അതേപോലെ തന്നെ വായനക്കാരെയും സന്തോഷിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീകല ചിങ്ങോലിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പുസ്തകം പ്രകാശനത്തിന് വന്ന സുഭാഷ് ബി സാറ് ജില്ലയുടെ എൻജിനീയറായിരുന്നു, ജില്ലയിലെ മേധാവിയായിരുന്നു. അദ്ദേഹത്തിന് പുരോഗമനപരമായിട്ടുള്ള ചിന്തകളുള്ള മാനവീയ ദർശനങ്ങളുള്ള അല്ലെങ്കിൽ സാധു ജനങ്ങളോടുള്ള ഉള്ളത് കൊണ്ടാണ് ശരിക്കും EMS എന്ന ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിലും പഠന കാലഘട്ടത്തിലും ഒക്കെ വളരെ മനോഹരമായി അദ്ദേഹം TK കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പ്രസംഗത്തിനും അതേപോലെ തന്നെ ഈ ക്വിസ് മത്സരത്തിനൊക്കെ 1ാം സമ്മാനം നേടിയിട്ടുള്ളതായിട്ടാണ് കാലം തെളിയിക്കുന്നത്. അങ്ങനെ അനവധിയായിട്ടുള്ള മനുഷ്യസ്നേഹപരമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങളുടെ നാട്ടിലും ചെയ്ത് ഉയർത്തുന്ന മഹത് വ്യക്തിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ കൊല്ലം SN ട്രസ്റ്റിലെ എല്ലാമായിട്ടുള്ള ദീപ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ വിശ്വസാഹിത്യ കൃതിയാണ് ആ മഹതി ചെയ്യുന്നത്. ആ സ്കൂളിലെയും ആ കലാലയത്തിൻ്റെ കുട്ടികളുടെ എല്ലാ നന്മയും സ്നേഹത്തെയും ഒക്കെ കരുതി വെച്ച് ആ കലാലയത്തെയും പുറം ലോകത്തുള്ള മനുഷ്യജനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന ആ മഹത് വ്യക്തിയെ, ശ്രീമതി ദീപയെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ 2 പുസ്തകം എൻ്റെതാണ്, അതും ഈ തരത്തിൽ നിൽക്കട്ടെ എന്നതുകൊണ്ട് അത് ശ്രീകല പറയും. അതേപോലെ തന്നെ ഈ പ്രകാശനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും, ഇവിടുത്തെ ഓഫീസിലെ സാറുമാർ, മറ്റ് സുഭാഷ് സാറിൻ്റെ കുടുംബം, ദീപയുടെ കുടുംബം, അങ്ങനെ തുടങ്ങി സനോജ് ശാസ്താംകോട്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും, അങ്ങനെ ആലപ്പി ശ്രീമാർ സാറിൻ്റെ പ്രസിദ്ധ വീണ വായിക്കുന്ന ലക്ഷ്മി എത്തിയിട്ടുണ്ട്. ശ്രീമാർ സാറിൻ്റെ മോൻ്റെ പേര് പുള്ളു പറഞ്ഞേ, ഹരിശങ്കറിൻ്റെ അമ്മയാണ്. ഇപ്പോഴും നമുക്ക് സംഗീതത്തോട് ഏറ്റവും ഇഷ്ടമുണ്ടായിട്ട് ഞങ്ങൾ വേദിയിൽ തന്നെ ഇരുത്തുന്നത് ഏറ്റവും മഹനീയമാണെന്നുള്ള ഒരു കാഴ്ചയാണ് എനിക്കും എൻ്റെ മനസ്സിനും ഒക്കെ കാണുന്നത്. ഹരിശങ്കറിൻ്റെ അമ്മയായ ലക്ഷ്മിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ കൃതികളെക്കുറിച്ച് 2 വാക്ക് പറയാൻ, ഓരോന്നൊന്ന് വായിക്കാൻ ബഹുമാനപ്പെട്ട കവയിത്രി ശ്രീകല ചിങ്ങോലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യാപക കലാസാഹിതിയുടെ അനുമോദനീയമായ ഒരു പ്രവൃത്തിയാണ് ഈ പുസ്തക പ്രകാശനം എന്നുള്ളത്. ഇവിടെ 4 പുസ്തകങ്ങളാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് ആദരണീയയായ പത്മശ്രീ പ്രസിദ്ധ സംഗീതജ്ഞയായ ഓമനക്കുട്ടി ടീച്ചറും മറ്റൊന്ന് ബഹുമാനപ്പെട്ട MLA കോവൂർ കുഞ്ഞുമോൻ അവറുകളുമാണ് പ്രകാശനമേറ്റിരിക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് 2 പുസ്തകങ്ങൾ ഞാൻ തന്നെ ഏറ്റുവാങ്ങുന്നു. കുരീപ്പുഴ സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു പുസ്തക പ്രസാധന സമിതി എന്നത്. അത് അദ്ദേഹം സാധിക്കുകയും അനേകം പുസ്തകങ്ങൾ ഈ പ്രസ്ഥാനത്തിലൂടെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അധ്യാപക കലാസാഹിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്, ആശംസ അറിയിക്കുകയാണ്. അധ്യാപക കലാസാഹിതി പ്രസിദ്ധീകരിച്ച സഖാവ് EMS എന്ന പുസ്തകം ബഹുമാന്യയായ ആദരണീയയായ ഡോക്ടർ K ഓമനക്കുട്ടി ടീച്ചർ പ്രകാശിപ്പിക്കുന്നു. അത് ഞാനാണ് ഏറ്റുവാങ്ങുന്നത്. പാവങ്ങളുടെ പടത്തലവൻ എന്ന ശ്രീ കുരീപ്പുഴ ഫ്രാൻസിസ് രചിച്ച പുസ്തകം ബഹുമാന്യനായ MLA കോവൂർ കുഞ്ഞുമോൻ സാർ ഓമനക്കുട്ടി ചേച്ചിയുടെ മകളും പ്രസിദ്ധ സംഗീതജ്ഞയുമായ ഡോക്ടർ കമലാലക്ഷ്മിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. കുരീപ്പുഴ ഫ്രാൻസിസ് രചിച്ച മറ്റൊരു പുസ്തകമായ ഖലീൽ ജിബ്രാൻ മൗനത്തിന്റെ പ്രവാചകൻ എന്ന പുസ്തകം കോവൂർ കുഞ്ഞുമോൻ സാർ പ്രകാശിപ്പിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് വിദ്യാലക്ഷ്മി. കേരള നിയമസഭ 4ാം എഡിഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 1, 2, 3 എഡിഷൻ വളരെ പ്രൗഢഗംഭീരമായി നടത്തപ്പെടുകയുണ്ടായി. നിയമസഭ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും കേരളത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള നിയമസഭാ സ്പീക്കർ നേതൃത്വം കൊടുത്തുകൊണ്ട് 4ാം എഡിഷൻ ഇന്ന് രാവിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ കേരളത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ദിവസവും 10,000-കണക്കിന് ആൾക്കാരാണ്, 300-ലധികം വരുന്ന സ്റ്റാളുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ എഴുതിയ വിവിധ സബ്ജക്റ്റുകളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളുമെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, സ്റ്റാളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വിലയേക്കാൾ ഏറ്റവും കുറച്ച് വിലയാണ് ഈ പുസ്തകോത്സവത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പഴമയും കേരളത്തിൻ്റെ പൗരാണികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരം, ലോകത്തിൻ്റെ സംസ്കാരമെല്ലാം എടുത്തറിയിക്കുന്ന വിവിധ ഗ്രന്ഥങ്ങൾ പല സ്റ്റാളുകളിലായിട്ട് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണുവാനും വായിക്കുവാനുമുള്ള അവസരമാണ് കേരള നിയമസഭ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 3-4 പുസ്തകങ്ങൾ ഈ വേദിയിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. കുരീപ്പുഴ ഫ്രാൻസ് സാർ എഴുതിയ 2 പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. VS-ൻ്റെയും AKGയുടെയും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ളവരുടെ ജീവിത ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന ഓമനക്കുട്ടി ടീച്ചർ
കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ടീച്ചർ. EMS ആ നമ്മുടെ സുഭാഷ്. നമ്മുടെ എൻ്റെ സുഹൃത്ത് സുഭാഷ് എഴുതിയ EMS എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. KSEBിയിൽ നിന്നും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് വിരമിച്ച അദ്ദേഹമാണ് EMS എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷം തോന്നുന്നു ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കിട്ടിയതിൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മങ്ങളിലൊന്നായി ഇതിനെ കാണും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ കമലലക്ഷ്മി. ഞാൻ പത്മശ്രീ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മയുടെ മകളാണ്. എനിക്ക് അവിചാരിതമായി കിട്ടിയ ഒരു ഭാഗ്യമാണ് ഇത്. ഇന്ന് ഇത് 4ാമത് നിയമസഭാ പുസ്തകോത്സവമാണല്ലോ നടക്കുന്നത്. അതിൽ ഇന്ന് 7ാം തീയതി 4 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. അത് പ്രകാശനം ചെയ്തത് ഒന്ന് എൻ്റെ അമ്മ ഡോക്ടർ പത്മശ്രീ ഓമനക്കുട്ടിയമ്മയാണ്. അത് ഏറ്റുവാങ്ങിയത് പ്രശസ്ത കവയിത്രി ഞങ്ങളുടെ കുടുംബ സുഹൃത്തും കൂടിയായ ശ്രീകല ചിങ്ങോലി. പിന്നെ ഇത് എഴുതിയിരിക്കുന്നവർ സഖാവ് AKG പാവങ്ങളുടെ പടത്തലവൻ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കുരിപ്പുഴ ഫ്രാൻസിസ്. സഖാവ് EMS എഴുതിയിരിക്കുന്നത് ശ്രീ സുഭാഷ് ബി. പിന്നെ ഖലീൽ ജിബ്രാൻ മൗനത്തിൻ്റെ പ്രവാചകൻ, അത് വീണ്ടും എഴുതിയിരിക്കുന്നത് കുരിപ്പുഴ ഫ്രാൻസിസ്. ഇനി ഒരു സ്ത്രീ സാന്നിധ്യം, അത് കുട്ടികളുടെ വിശ്വ സാഹിത്യ കൃതികൾ ശ്രീമതി ദീപ വി. അവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് കൊല്ലത്ത്. മകളും എത്തിയിട്ടുണ്ട്. അപ്പം ഈ പ്രസ്തുത ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതീവമായ ഒരു ആഹ്ലാദം ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. എല്ലാ നന്മകളും എല്ലാ ഭാവുകങ്ങളും ഈ പുസ്തകോത്സവത്തിനും ഇത് പ്രകാശനം നിർവഹിച്ച വ്യക്തികൾക്കും എഴുതിയവർക്കും ഏറ്റുവാങ്ങിയവർക്കും അർപ്പിക്കുന്നു. നമസ്കാരം. ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികൾ, സ്നേഹപൂർവ്വം ഇവിടെ ഇരുന്ന് ഇതെല്ലാം ചടങ്ങുകളൊക്കെ വീക്ഷിച്ച മാന്യ വ്യക്തിത്വം, നിയമസഭാ ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അധ്യാപക കലാസമിതിയുടെ പേരിൽ.